അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടീമുകളെല്ലാം ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അതുപോലെ മോശം ടീമിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവര് അതിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിലുള്ള ആൾക്കാരെ സ്ലോട്ട് ഒന്ന് മാറ്റിയിട്ട് അല്ലല്ല ഏറ്റവും മോശം പെർസെന്റേഷൻ ഉള്ളവരെ നാളെ IRL ഡാൻസ് കളിപ്പിക്കും. അപ്പൊ ടീമുകൾ എന്ന് പറഞ്ഞാൽ ടീം തരിപ്പൻസ്, ടീം പൊളപ്പൻസ്, SMS എന്റർപ്രൈസ്, ടീം ബേബി, ടീം ചൈന ടൗൺ, ടീം ഷാർജ, ടീം ശരവണ ബ്രദേഴ്സ്, ടീം ഓയ. സോ അപ്പോൾ ആദ്യത്തെ പ്രസന്റേഷനായി ഞങ്ങള് ടീം ഓയ ക്ഷണിച്ചു കൊള്ളുന്നു. ഏബൽ അലക്സ് സെക്കൻഡ്. ഒരു നീകനും കൂടെ ഉണ്ട് നമ്മുടെ ഒരു കോർഡിനേറ്റർ. പറയേണ്ട കാര്യമുണ്ടാ? ബിസിനസ് പൊട്ടി. എല്ലാവർക്കും വിശിഷ്ടമായ ജഡ്ജസ് എല്ലാവർക്കും നമ്മുടെ കൂപ്പുകൈ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നെഗറ്റീവ് മാർക്ക്. ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല അണ്ണാ, നമ്മളെല്ലാം നാടാണാണേ. നമ്മുടെ രണ്ടുപേരും നാടാണാണ്, ഇവർ രണ്ടുപേരും ഇത്തിരി മോഡേണാണ്. അങ്ങനല്ല, മോഡേണിന്റെ ഇതിന്റെ അല്ല. ഒരു ബിസിനസ് മീറ്റിംഗിന് ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതല്ല. വാർ കളിക്കാൻ വല്ല പോകുന്നുണ്ടോ നിങ്ങള്? നമ്മള് നമ്മുടേതായ തനിമ വിട്ട് കളയാതെ ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അണ്ണാ സിറ്റിയില്. സത്യം പറഞ്ഞ അതായിക്കോട്ടെ. എന്താണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചു? പറഞ്ഞു അല്ല, എന്തുകൊണ്ടാണ് പറഞ്ഞ കേക്കട്ടെ. അതാണ് ഓക്കെ അണ്ണ. അത് അണ്ണ ഇപ്പൊ സിറ്റിയിൽ ഒരാണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് നടക്കുമ്പോ അവർക്ക് എന്താണില്ല പ്രൈവസി. താഴെ സംസാരിക്കില്ലെന്ന് പറയടാ അമ്മമാരുടെ അടുത്തുനിന്ന്. പ്രൈവസി ഇല്ല. പ്രൈവസി, ഒരു മനസ്സമാധാനമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ സിറ്റിയില്? ഒരു ആണിനും ഒരു പെൺകൊച്ചിനും ഇല്ല. ആണിനും സംസാരിക്കാനും അത് നമ്മൾ എതിര് തെറ്റ് പറയുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണല്ലോ. മോഡേൺ ആവണം. നാട് എടുക്കുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്നാണല്ലോ. അതാണല്ലോ ശാസ്ത്രം. അതിനെ തെറ്റ് പറയുന്നില്ല. അവരായി അവരുടെ പാടായി, അവര് പൊക്കട്ടെ, കുഴപ്പമില്ല. അത് പാടില്ല. നീക ആണ്ടൂടെ നടക്കണമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. നോ പ്രോബ്ലം. ആണ്ടൂടെ തന്നെ നടക്കണം. അപ്പം അതുകൊണ്ടെന്ന് പറയും, ഈ കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ. ഒരു പെങ്കൊച്ചൂടെ സംസാരിക്കും. 10 കൊച്ചു പിള്ളേർ അതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞ് കയറി എത്തിക്കുത്തിയൊക്കെ നോക്കി വരും. നമുക്ക് കാലേ വരെ ശരിക്കും നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണോ പറയണത് അതോ ബിസിനസ് ഐഡിയാണോ പറയണത്? അല്ലണ്ണ, ഒരു യുവജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണിത്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണിത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇവിടെ മലയും കുന്നൊക്കെ ഇല്ലേ? നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിടിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇപ്പൊ ബേസിക്കലി. ആ പിടിമലയിലാണ് ഇപ്പൊ കൊച്ചുപിള്ളേരുടെ അഴിഞ്ഞാട്ടമാണ്. അതറിയോ ബോസനെ? അത് ഏറ്റവും മെയിൻ സൂര്യാണ്. അഴുക്ക ചെറുക്കാൻ ഇവിടെ നിന്ന് കലാപ്രസംഗം നടത്തുന്ന കാര്യം പറയൂ. പറഞ്ഞോ. ഇല്ല ജോക്കി, പ്രസന്റേഷൻ അങ്ങനല്ലേ ജോക്കി? ഒറ്റയടിക്ക് നേരെ വന്നിട്ട് ഇന്ന് ഉണക്കമീൻ കച്ചവടം നടത്തുന്നു. അതാണ് പ്രസന്റേഷൻ അല്ലല്ലോ ജോക്കി. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ സംരംഭത്തിന്റെ പേര് ഓയോ. ഓയുടെ ഫുൾ ഫോം എന്താ? അവർ വെരി ഓൺ റൂംസ്. വീഡിയോ പ്രസന്റേഷൻ അവേഴ്സ് യുവേഴ്സ്. എന്താണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്? നമ്മള് ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഇതിന്റെ ബേസിക്കലി ഒരു കോപ്പി അടിച്ച് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. ഓയോ അമ്മരെയും കൊണ്ട് അടിച്ചെന്നാ നമ്മുടെ ഈ കോപ്പി അടിച്ചൊക്കെ നടത്തുന്നു. അണ്ണ 10-20,000 കോടിയുടെ മറ്റേ സൗണ്ട് വിട്ടു പോണേ. സൗണ്ട് വിട്ടു പോന്നാ? അതോ വീഡിയോ പ്രസന്റേഷൻ എല്ലാം ഉണ്ട്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. പ്രസന്റേഷൻ ഒക്കെ ശോകമല്ലേ? എടാ, ഈ ബാക്കിയുള്ളവരോട് ഇവിടെ സംസാരിക്കില്ലെന്ന് പറയണടാ. എടാ, ബാക്കിയുള്ള ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ നിന്ന് സംസാരിക്കില്ലടാ. അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണേ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി, പയ്യെ വന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് നമ്മള് നോക്കുന്നത്. കൂട്ടിയപ്പോഴേ പറഞ്ഞത് പൊട്ടോ.
ഉദ്ദേശിച്ചേ? ആ, താ. വിട്ടിട്ടാണോ തരുന്നേ? അയ്യോ എന്റെ അമ്മേ ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന. അറിയത്തില്ല അല്ല ഇതെന്താ ഇതെന്താ ഹലോ ആ ഇത് കഴിഞ്ഞ സംസാരിക്കും കുളിർമ നൽകുന്ന റൂംസ്, കുളിർമ ഇല്ലാതെ റൂംസ്, വൈഫൈ പ്ലസ് VPN ആക്സസ്, ആടാതി കട്ടിൽ, വെള്ളമുള്ള ബാത്റൂം, ആരാണ് സന്തോഷം ആഗ്രഹിക്കാറ്? കഴകൂട്ടം, അറ്റാച്ച്ഡ് മെഡിക്കൽ ഷോപ്പ്, പ്രൈവസി, അതല്ലേ എല്ലാം. നൈസ് പ്രസന്റേഷൻ അമേസിംഗ് Marvelous. ഗുഡ് ജോബ് ബോയ്സ് Amazing. താങ്ക് യു ഇതിൽ 7 വർക്കുകളാണ് അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നല്ല പ്രസന്റേഷൻ. വെരി ഗുഡ് ഐഡിയ. നല്ല ഇട്ടായിരുന്നു. അണ്ണാ നിങ്ങളിപ്പോ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല, നമ്മൾ 3 ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കിടിലൻ ഐഡിയാസ്. ഐഡിയാസ്. പിന്നെ ഓക്കെ. പക്ഷെ ഇതെന്തായാലും കൊള്ളാം. ഇത് നമ്മളിപ്പോ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ്. ഇവര് പറഞ്ഞത് ശരിയാ. അത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കപ്പിൾസിന്റെ ഇത് പ്രകാരമാണ്. അവരോട് നമ്മൾ സർവേ ഒക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ബേസിക്കലി സാധനം. ആണല്ലേ? എന്താണ് അടുത്ത ഐഡിയ? അടുത്ത നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാൻ MD പഠിച്ചിട്ടുണ്ട്, MDMA പഠിച്ചിട്ടുണ്ട്, MBBS പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി പഠിച്ച ഒരാളാണ് ഞാൻ. ഞാനൊരു സകലകല വല്ലാതെ MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, എല്ലാം ബേസിക്കലി നമ്മൾ എല്ലാം പോകണം ഇവിടെ. അങ്ങനൊന്നും ഇല്ല. അതൊന്നുകൂടെ പ്ലേ ചെയ്യാവോ? വീഡിയോയോ? എന്തിനാ? ഞാൻ കണ്ടില്ല അവസാനം. പെട്ടെന്ന് ഇവിടെ അർജന്റ് അത് തന്നെ കേട്ടോ. ആ ക്ലിപ്പ് ബാക്ക് അടിച്ച് പിന്നെ കെട്ടാ മതി. അടുത്ത ഐഡിയ എന്താണ് പറയും? അണ്ണാ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. അതെ, ഈ കൗൺസിലിംഗ് സെന്റർ നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താ? അണ്ണാ ഞാൻ അത് വലിയ കുറെ കാരണമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊല്ലണം അവനെ തീർച്ചയായിട്ടും മൈൻഡ് സെറ്റ് ആണ് അല്ലേ? അവരെ പറഞ്ഞ് നമ്മൾ നല്ല വഴി നേർവഴി നടത്തുക. പിന്നെ അതിന്റെ കൂടെ സൂയിസൈഡിന്റെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ് പ്രണയനൈരാശ്യം കാരണം. അത് ഇത് പറയാനുള്ള സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ നമ്മളിപ്പോ അതും ആലോചിക്കണ്ടേ? അതെ, നൈസ് ഐഡിയ, നൈസ് തിങ്കിങ്. എനിക്ക് 5 മിനിറ്റ് വേണം അവസാനം. ഒരു 10 മിനിറ്റ് മാക്സിമം. അല്ലല്ല, ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. ബേസിക്കലി അണ്ണാ ഈ ഒരു എക്സാമ്പിൾ വേണേ നമ്മൾ കാണിച്ചു തരാം കൗൺസിലിംഗ് സെന്ററിന്റെ. അല്ല, പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരും സംസാരിക്കാറില്ലേ? അതിനുള്ള ചാൻസ് ആണെന്നില്ല അവർക്ക്. അവരുടെ ഏതാണ് ബേസിക്കലി അണ്ണാ ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രണയനൈരാശ്യം അല്ല, പ്രണയനൈരാശ്യം അല്ല അലക്സിന്. അവൻ ചെറിയൊരു നിങ്ങൾ ഓരോ ഐഡിയാസ് ഓരോരുത്തരായിട്ട് പിച്ച് ചെയ്യൂ. ഇത് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുവാണല്ലോ നമ്മൾ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. ചെറിയൊരു വട്ടയസ് എന്തുണ്ടോ നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറയാൻ പറ്റും. അത് പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ്. അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ആൾക്കാരെ കൊല്ലണമെന്നുള്ള മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരാളാണ്. അങ്ങനെ അറിയാമല്ലോ. ആണല്ലേ? അതവൻ 24/7 ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. എനിക്കത് മനസ്സിലാവും. അതെ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ വേണം മാറ്റിയെടുക്കാം. എന്റെ എങ്ങനെ? ഹലോ അലക്സ്. ഹലോ, എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് പറ്റി? താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോരയോട് വല്ലാത്തൊരു ഭ്രമമാണ്. ഭ്രമം? കടിയാണ്? അതായത് കുഴപ്പമില്ല, ഭ്രമം. അതായത് എനിക്ക് ചോര വേണം, എനിക്കില്ല ദിവസം ചോര കാണണം. അങ്ങനെയല്ല, അതായത് സമരം ചെയ്യുന്നവരുടെ പുറത്തുകൂടെ വണ്ടി കയറ്റുക, റോഡിന്റെ നടുക്കൂടെ പോകുന്നവരെ വണ്ടി ഇടിച്ചിടുക, പിന്നെ
പെട്ടെന്ന് എന്റെ ആരെങ്കിലും ഒന്ന് അറിയാണ്ട് തെറ്റേ മുട്ടയൊക്കെ ചെയ്താ കൊരവള്ളി കയറി പിടിക്കുക. അതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുകളാണ്. നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. എനിക്കറിയൂടാ ഇത് കുറച്ച് ആൾക്ക് മുമ്പാണ് തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. അത് എടാ ബേസിക്കലി ഇതൊക്കെ നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. ഫോർ എക്സാമ്പിൾ നിനക്ക് അങ്ങനെ കൊല്ലാൻ അത്ര ആഗ്രഹം തോന്നി എന്താ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആമ്പിള്ളേരെയും കൊന്നുകളയാണ്. അതൊന്നും കുഴപ്പമില്ല. സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടി സിറ്റി ഏത് ചെറിയൊരു നമ്മുടെ ഇതിന്റെ ഒരു ആഡായിട്ട്. അതിന്റെ കൂടെ പരസ്യം വന്നതല്ലേ? അതെ അതെ ചെറിയതാണ്. മാക്സിമം നിന്റെ സൗണ്ട് വിട്ടുവിട്ട് പോണേ. സൗണ്ട് വിട്ടുവിട്ട് പോണേ. നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുവാണെങ്കിൽ മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ തന്നെ കൊല്ലടാ, കുഴപ്പമില്ല. നമ്മൾ പ്രണയ നൈരാശ്യമുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ വാസവനെ മനസ്സ് മാറി അവന്റെ. അപ്പൊ പ്രോഡക്റ്റ് നീ തന്നെയാണോ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി. പ്രോഡക്റ്റ് നീയാണോ പ്രോഡക്റ്റ്? ആക്ച്വലി ഞാൻ തന്നെയാണ് MDMA എല്ലാം പഠിച്ചത്. ഓക്കെ, അടുത്തത് എന്താ? പ്രേമ നൈരാശ്യമുള്ള ആള്, പ്രണയ നൈരാശ്യം. ഓക്കെ. എന്താണ് സക്ക താങ്കളുടെ പ്രശ്നം? പറയൂ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കഴിവില്ലാത്തോണ്ടായിരിക്കും. അതല്ല അങ്ങനെ കുഴപ്പമില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ, എന്തിനും കുറവല്ലോ ഉണ്ടാ? കുറവില്ലല്ലോ. മുൻകൂരി കാണിച്ചിട്ടേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരുന്നത്. എല്ലാം കുഴപ്പമില്ല ശരിയാവൂടാ. നമ്മളൊക്കെ ഇല്ലേടാ കൂടെ. അതിന്റെ കാര്യമല്ല, മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിന്റെ കാര്യം അല്ല ഉണ്ട്. അത്രയൊക്കെ വിഷം വന്നങ്ങ് ചത്ത് കളയണം. പിന്നെ നോക്കല്ലേ. പ്ലീസ് സൂയിസൈഡ് പ്ലീസ് ബ്രോ. ഡോക്ടർ അല്ലേ ഞാൻ? കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനല്ലാതെ പിന്നെ ആര്? ഞാനുണ്ട് അണ്ണാ. ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട്. ഇത് എങ്ങനെ സോൾവ് ആയെന്ന് പറയണം? അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? അവന് ചാവൂലേ? അപ്പൊ മാറിയല്ലേ? എങ്കിൽ പിന്നെ ഒരു സംശയം കൊണ്ടിട്ട് വാസവൻ, എങ്കിൽ പിന്നെ ഡോക്ടറെ ഞങ്ങളുടെ ജോക്കിയുടെ ഈ സ്ത്രീ വിരുദ്ധത ഒന്ന് ഡോക്ടറിന് മാറ്റാൻ പറ്റുമോ? നോക്കട്ടെ. നോക്കട്ടെ എങ്കിൽ ഡോക്ടർ വരും, കടന്നു വരും. ഹലോ. എന്താണ് ജോക്കിയണ്ണന്റെ പ്രശ്നം? പറയൂ. അങ്ങ് ക്ഷീണമാന്നേ. അപ്പൊ പിന്നെ പെണ്ണില്ലായിരിക്കുന്നല്ലോ നല്ലത്. അതല്ല, മനസ്സിന് ക്ഷീണമാണ്. മാനസികം. ഓക്കെ. മാനസിക ക്ഷീണമൊക്കെ ആക്ച്വലി ശബ്ദം പോണ നിന്റെ ശബ്ദം പോന്നെ മോനെ. നിന്റെ ശബ്ദം പോണ്. അത് മാറ്റിയൊക്കെ നല്ല വഴിയുണ്ട്. ഇല്ലടാ, നിന്റെ സൗണ്ട് ഇല്ലടാ. സൗണ്ട് കേൾക്കണില്ല നമുക്ക്. ഹലോ. അല്ലല്ല, അത് കൈ വന്നേ, അറിയാതെ കൈ വന്നേ. പറഞ്ഞോ. ഇത് ബേസിക്കലി മാറ്റിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അണ്ണു നമ്മളുടെ വള്ളിയൊക്കെ പിടിക്കാൻ മുമ്പ് കൊണ്ടുവന്നാൽ നമ്മളൊക്കെ ഇല്ല. അണ്ണു നമ്മളല്ലാതെ പറയുന്ന ഒന്നും കേൾക്കണില്ലടാ. ഏവലെ നിന്റെ നെറ്റ് എന്തോ പറ്റി. ഡോക്ടറെ ബ്രേക്ക് കൊടുക്കാം. ഡോക്ടർ തോൽവി സംഭവിച്ചത്. ഡോക്ടർ എന്താ സെറ്റ് ചെയ്യാൻ പോയ കേട്ടാ. ഡോക്ടർ നിങ്ങളെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തോ? ലാസ്റ്റ് കണ്ടിന്യൂ. ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്. ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ സൗണ്ട് അടുത്തോട്ട് വെക്കോ. കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കോ. ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടോൾ ബൂത്ത് ആണ്. സിറ്റിയിൽ ആവശ്യമില്ലാതെ കുറെ ടോൾ ബൂത്തുകൾ. ഇത് ഗവൺമെന്റിന് ഒരു ഉപയോഗമില്ല. നമ്മൾ പറഞ്ഞ കയ്യേറാം. എന്നാൽ അതിനകത്ത് നാട്ടുകാരുടെ പൈസ പിരിച്ചിരിക്കാം. ഏത് എളുപ്പമുള്ള പരിപാടിയാ. നിനക്കേടില്ല. ഇല്ല, നമുക്ക് അങ്ങനെയല്ല. ഈ രണ്ട് ഐഡിയ അടിപൊളിയാണ്. ഇത് ഈ രണ്ട് ഐഡിയ കൊള്ളാം. ഒരു മാസം ഓയ കൊള്ളാല്ലേ? ഓയ ഈസ് പെർഫെക്റ്റ്. ഒരു കൈയടി. നല്ല പ്രസന്റേഷൻ, ബ്രില്യന്റ് ഐഡിയ.
എസ്പെഷ്യലി ആ വീഡിയോ പിന്നെ AI. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വാസുവിന്റെ ദർശനയുടെ ഒക്കെ AI അതൊക്കെ ക്ലിപ്പ് ആയിരുന്നല്ലേ തോന്നി. സത്യമായിട്ടുള്ള കാര്യമല്ലത്. അതെ. ഓക്കെ ഫുൾ ക്ലിപ്സ്. കൊള്ളാം നല്ല പ്രസന്റേഷൻ ആയിരുന്നു അത്. ഇത് ഏടെ കാലമല്ലേ ആണോ, അപ്പൊ നമ്മൾ ഇറങ്ങണ്ട AI-ലോട്ട്. ബ്രില്യന്റ് ഒരു രക്ഷയില്ല. കിടില ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നിന്റെ അടുത്ത് നിന്ന്. കിടിലം, അടിപൊളി. അല്ല നിങ്ങൾ 4 പേരും അടിപൊളി. നമുക്ക് റോളൊന്നുമില്ല, നമുക്ക് ബാക്കിൽ ആഡ് റൺ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. ഇതിന്റെ ലാസ്റ്റിൽ തന്നെ വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ മറ്റേ അല്ല കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങള് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? അത് നമ്മൾ അറിയിക്കാം. പ്രിയപ്പെട്ട എല്ലാ ജഡ്ജസിനും നമ്മുടെ അപ്പൊ നന്ദി, നമസ്കാരം. നമ്മുടെ ബാക്കിയുള്ള ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അയ്യോ ബ്രില്യൻ പ്രസന്റേഷൻ വാസു, ബ്രില്യൻ, അമേസിംഗ്. ഇത് എന്തുവാ ഇത്? എന്താണിത്? ആഡ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അല്ലേ സഞ്ചരിക്കുന്ന ഇതെന്താ നൃത്തത്തില്ലേ ഇത്? ബ്രില്യൻ പ്രസന്റേഷൻ, ബ്രില്യൻ. സത്യമല്ലേ? സത്യം. അതെ, ഒരു തരത്തിൽ ശരിയാ ചോക്കി. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ എത്ര എണ്ണം പ്രൈവസി വേണ്ടടാ. പ്രൈവസി ഇല്ലല്ലോ. ഇതാകുമ്പോ മലയിലും പഞ്ചായത്തിലും കണക്റ്റിലും ഒന്നും പോകണ്ടല്ലോ. പിന്നെ ഇത് കൊള്ളാം, ബ്രില്യന്റ് ഐഡിയ. നമ്മൾ ഇതിനെ പറ്റി ഇത്ര നാൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് കൊള്ളാം കേട്ടോ. അഡ്വർടൈസ് നമുക്ക് പെണ്ണില്ല. അപ്പാ പെണ്ണുണ്ടല്ലാണ് ബിസിനസ് നടത്തണ്ടേ അപ്പാ? സഞ്ചരിക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ അത്? അത് കൊള്ളാം, അതാണ് ക്യാച്ചി. ഓയാ, അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. വിളിക്കാം. സ്കോർ കൊടുക്കണ്ടേ വാസുവിന്?